ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന മനോഹറിനെയാണ്ടോ. മനോഹർ ഇന്ന് റൂമിലേക്ക് ആലോചിക്കുകയാണ്, എന്തായാലും ഇവിടെ നിന്ന് മുങ്ങാനുള്ള സമയം, ഒരു പുതിയ ഇര ചൂണ്ടയെ കുടുങ്ങിയിട്ടുണ്ടല്ലോ, ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് രാത്രി ആകുമ്പോഴേക്കും നമ്മുടെ മനോഹർ മേഘ്നിനെ വിളിക്കും കേട്ടോ. മേഘ്ന കിടക്കാനുള്ള തയ്യാറെടുപ്പായിരിക്കും. ആ സമയത്ത് കോള് കാണുമ്പോഴേക്കും മേഘ്ന എടുക്കുന്നുണ്ട്. ഹലോ, ആരാന്ന് ചോദിക്കുമ്പോൾ എന്നെ മനസ്സിലായില്ലേ? ഇല്ല, ആരായി സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെട്ടില്ല, റോണി എന്ന് പറയുവാണ്. ഓ, മനസ്സിലായി, ഞാൻ ആദ്യമായിട്ട് കാണുമല്ലേ, അതുകൊണ്ട് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലാവാത്തിട്ടോ എന്ന് പറയുമ്പോഴേക്കും മനോഹർ പറയുന്നുണ്ട്, അതിന് ഞാൻ കുട്ടിയെ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടില്ലേ, എവിടെയൊക്കെയോ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതങ്ങോട്ട് പിടി കിട്ടുന്നില്ല എന്ന് പറയുവാണ്. അല്ല, താൻ എവിടെയാ താമസം എന്ന് ചോദിക്കുമ്പോഴേക്കും മേഘ്ന പറയുന്നുണ്ട്, ഞാനിവിടെ അടുത്തൊരു ജോലിക്ക് കയറിയതിരുന്നു, അവിടുത്തെ MDയുടെ വീട്ടിൽ തന്നെയാണ് താമസം. ഓ, അങ്ങനെ, തനിക്ക് വേറെ ഏതെങ്കിലും താമസ സൗകര്യം റെഡിയാക്കണോ? ഞാൻ വേണമെങ്കിൽ ശരിയാക്കി തരാം കേട്ടോ. ഓ വേണ്ട, ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എന്ന് പറയുവാണ്. എന്നാൽ വെക്കട്ടെ? അയ്യോ വെക്കല്ലേ. അതെ, ഞാൻ പറഞ്ഞിരുന്നില്ലേ തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന്. അത് ചിലപ്പോഴേ നമ്മൾ ഈ കഴിഞ്ഞ ജന്മത്തിലൊക്കെ നമ്മുടെ ആരൊക്കെയോ ആൾക്കാരെ വീണ്ടും കാണുമ്പോൾ നമുക്കൊരു തോന്നലുണ്ടാവാറില്ലേ, അതുപോലെ താൻ ചിലപ്പോൾ എവിടെയെങ്കിലും ഞാൻ പണ്ട് പഴയകാല ജന്മങ്ങളിൽ അല്ലെങ്കിൽ മുൻകാല ജന്മങ്ങളിൽ താനും ഞാൻ തമ്മിൽ എന്തെങ്കിലും അടുപ്പമുണ്ടായിരിക്കുക, അതുകൊണ്ടായിരിക്കും എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ എവിടെയോ കണ്ട പോലെ ഓർമ്മ. ശരിയെങ്കിൽ ഞാൻ വെക്കട്ടെ എന്ന് പറയുവാണ്. എന്നിട്ട് മേഘന ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് മനോഹർ വിചാരിക്കുകയാണ്, അപ്പോഴേക്കും സരിയു വരുന്നുണ്ട് കേട്ടോ. തന്നെ മനോഹർ വേഗം ഫോണും മനോഹറും കട്ട് ചെയ്യുന്നുണ്ട്. എല്ലാം മനുവേട്ട, ഞാൻ വന്നപ്പോഴെന്താ മനുവേട്ട ഫോൺ കട്ട് ചെയ്തത് എന്ന് ചോദിക്കുകയാണ് സരിയു. ആ സമയത്ത് മനോഹർ പറയുന്നുണ്ട്, അത് അമേരിക്കയിൽ നിന്നൊരു ബിസിനസ് ടീം വിളിച്ചതാ, എൻ്റെ മോളും എൻ്റെ അടുത്ത് ഉണ്ടാകുമ്പോൾ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ സംസാരിക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയാണ്. എങ്കിലും അമേരിക്കയിൽ നിന്ന് വിളിച്ചതല്ലേ, പിന്നെ നമ്മൾ അമേരിക്കയിൽ പോണ കാര്യം എന്തായി മനുവേട്ട? ഇതുവരെ മനുവേട്ട അതിനെക്കുറിച്ച് ഒരു തീരുമാനം പറയുന്നില്ലോ. എൻ്റെ പൊന്നുമോളും ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി കഴിഞ്ഞു എന്ന് പറയാണ്. ഓ അതെയോ? അതേന്നേ, അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് പോകണം എന്നിങ്ങനെ പറയുക കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് സരിയു ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. അതിനുശേഷം മേഘ്ന കിടക്കുമ്പോഴേക്കും നമ്മുടെ മേഘ്ന ആലോചിക്കുന്നത് ഫുള്ളും മേഘ്നയുടെ ഭർത്താവ് അർജുനെ കുറിച്ചായിട്ടോ. അർജുൻ്റെ ആ ലാസ്റ്റ് നിമിഷങ്ങളൊക്കെ മേഘ്ന ആലോചിച്ച് പോകുവാണ്. ആ സമയമാണ് കഥകിൽ ആരോ മുട്ടുന്നത്. മേഘ്ന വാതിൽ തുറക്കുമ്പോൾ കല്യാണി ആയിരിക്കും. ആ മേഘ്ന, താൻ ഉറങ്ങിയായിരുന്നോ? ഇല്ല ചേച്ചി, ഉറങ്ങാൻ തുടങ്ങുമായിരുന്നു. അപ്പോഴാ ഒരു കോള് വന്നത്. ആരായിരുന്നു വിളിച്ചത് എന്ന് കല്യാണി ചോദിക്കുമ്പോൾ, അത് ഞാനിന്ന് പറഞ്ഞില്ലായിരുന്നോ, ഒരു ചെറുപ്പക്കാരനെ കണ്ടിരുന്നു, റോണി എന്ന് പറഞ്ഞിട്ട്, എന്നെ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ നമ്പർ വാങ്ങിച്ചിരുന്നു. എന്നിട്ട് അയാൾ എന്തിനാണ് വിളിച്ചത് ഈ സമയത്ത്? അറിയില്ല ചേച്ചി, എന്നെ എവിടെയോ കണ്ട് പരിചയമുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചതാണ്. ഇങ്ങനത്തെ ആൾക്കാരുടെ കോളൊന്നും എടുക്കരുത് കേട്ടോ മേഘനെ. ഇങ്ങനെയൊക്കെ വിളിച്ചിട്ടാണ് നമ്മൾ പരിചയപ്പെട്ടാണ് പല അപകടങ്ങളും ഉണ്ടാവുന്നത്. അവൻ എത്രക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ. എനിക്കും അങ്ങനെ തന്നെയാണ് ചേച്ചി തോന്നിയത്. അവനാളെ ശരിയല്ലെന്ന് എനിക്കും തോന്നി എന്ന് പറയാണ്. ശരിയെങ്കിൽ മേഘന ഉറങ്ങിക്കോ, രാവിലെ കാണാം, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് കല്യാണി പോകുവാണ്. ശരി ചേച്ചി എന്ന് പറഞ്ഞിട്ട് മേഘനയും കിടക്കാൻ വേണ്ടി വാതിലടക്കുക കേട്ടോ. അതിനുശേഷം രാവിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ മേഘ്ന രാവിലെ എഴുന്നേറ്റ് പുതപ്പൊക്കെ മടക്കി വെച്ച് ജനലൊക്കെ ഒന്ന് തുറക്കാൻ ജനല തുറക്കുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. നമ്മുടെ മനോഹർ ടെറസിൻ്റെ മുകളിൽ നിന്നിട്ട് എക്സസൈസ് ചെയ്യുക കേട്ടോ. അതുകൊണ്ട് മേഘ്ന ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇവനെ തന്നെയല്ലേ ഇന്നലെ കണ്ടത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അതെ, ഇവൻ തന്നെ എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ കർട്ടൻ വെച്ചിട്ട് ആ ജനല ഇങ്ങനെ മറച്ചിട്ട് വേഗം അടുക്കളയിലേക്ക് പോകുമ്പോൾ കല്യാണിയുടെ ചായ ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും. ദീപ ഉണ്ടാവും കേട്ടോ. അപ്പോൾ കല്യാണി പറയണ്ട, ആഹാ ഇതാരും മേഘ്നയോ, അടുക്കളയിലൊന്നും വരണ്ടെന്നേ, ഞാൻ തനിക്കുള്ള ചായ ആയിട്ട് അങ്ങോട്ട് വരാൻ ചിരിക്കുകയായിരുന്നു എന്ന് പറയണതേ. വയറ്റിലൊരു കുഞ്ഞുണ്ട്, അത് ആലോചിക്കണം, നന്നായിട്ട് ഫുഡ് കഴിക്കണം കേട്ടല്ലോ എന്ന് പറയുവാണ്. ആ സമയത്ത് ദീപ പറയേണ്ടത്, മോളെന്തിനാ മോളെ അടുക്കളയിലേക്ക് വന്നത്? ഈ സമയത്ത് നന്നായിട്ട് റെസ്റ്റ് ചെയ്യണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അമ്മയടുത്ത് പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ശരി എന്ന് മേഘ്ന പറയുന്നുണ്ട്. അതെ ചേച്ചി എന്ന് പറഞ്ഞിട്ട് കല്യാണിനെ വിളിക്കുവാണ്. എന്താ മേഘ്ന, എനിക്ക് ചേച്ചിയെടുത്തൊരു കാര്യം പറയാനുണ്ട്, ചേച്ചി ഒന്ന് വരാവോ? അതിനെന്താ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി മേഘനയുടെ കൂടെ അപ്പുറത്തേക്ക് പോകുവാട്ടോ. എന്താ മേഘന, എന്താ പറയാനുള്ളത്? ചേച്ചി, ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇന്നലെ ഒരാളെ പരിചയപ്പെട്ടു, റോണി എന്ന് പറഞ്ഞിട്ട് എന്തോ പേര് പറഞ്ഞിട്ടുള്ള, എന്നിട്ട് ഇന്നലെ രാത്രി വിളിച്ചു പരിചയം പുതുക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ആ അതെ പറഞ്ഞിരുന്നു ചേച്ചി, ഞാൻ അവനെ അപ്പുറത്ത് വെച്ച് കണ്ടു. അപ്പുറത്തോ? അതെ, അപ്പുറത്തെ ടെറസിൻ്റെ മുകളിൽ അവൻ എക്സസൈസ് ചെയ്യുന്നത് കണ്ടു. എന്ന് പറഞ്ഞിട്ട് കല്യാണി വേഗം തന്നെ ഒന്ന് പോയി നോക്കുവാട്ടോ. ജനൽ തുറന്ന് നോക്കുമ്പോഴേക്കും മനോഹരനെയാണ് കാണുന്നത്. അയ്യേ, ഇവനെയാണോ കുട്ടി കണ്ടത്? അതെ ഇവിടെ വേഗം തന്നെ ജനലോ പൂട്ടിക്കൊന്ന് പറഞ്ഞിട്ട് ജനൽ വേഗം തന്നെ ക്ലോസ് ചെയ്യുവാണ്. എന്താ ചേച്ചിന്ന് ചോദിക്കുമ്പോൾ, ഇവൻ ലോക ഫ്രോഡാണ്, ഒരു 1000 കല്യാണമെങ്കിലും അവൻ കഴിച്ചിട്ടുണ്ടാവും. അവൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാണോ? അതേന്നേ, എന്നിട്ട് എന്നോട് സിംഗിളാണെന്നൊക്കെ പറഞ്ഞതെന്ന് പറയുമ്പോഴേക്കും അവൻ ലോക ഫ്രോഡാണ്, കേരളത്തിൽ ഒട്ടും
മിക്ക നാട്ടിലും അവനെ വിവാഹ ബന്ധമുണ്ട്, വിവാഹം കഴിഞ്ഞ് കുട്ടിയുണ്ട്. ഇവനായിരുന്നില്ലേ അപ്പം ആള്. എന്തായാലും മേഘന കഥകൊക്കെ നന്നായിട്ട് ജനലൊക്കെ നന്നായിട്ട് അടച്ചോളൂ, ജനല തുറക്കണ്ട, ഞാൻ കിരണേട്ടനോട് ഈ കാര്യം പറയാം. അയ്യോ കല്യാണി ചേച്ചി എന്ന് പറയുമ്പോഴേക്കും പേടിക്കണ്ടെന്നേ, ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കിരണേട്ടനെ നന്നായിട്ട് അറിയാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കല്യാണി അവിടെ നിന്ന് പോകുക കേട്ടോ. അതേസമയം കിരണേട്ട അടുത്ത് പറയുന്നുണ്ട്, കിരണേട്ട അതെ ഞാൻ കിരണേട്ടനോട് പറഞ്ഞിരുന്നില്ലേ ഇന്നലെ മേഘന ഒരാളെ പരിചയപ്പെട്ടു, എവിടെയോ കണ്ട പരിചയമുണ്ടെന്ന് പറഞ്ഞിട്ട് സംസാരിച്ച് അയാൾ നമ്പർ വാങ്ങിച്ചെന്ന്. നമ്പർ വാങ്ങിച്ച കാര്യം താൻ പറഞ്ഞില്ല, നമ്പർ വാങ്ങിച്ചായിരുന്നു. എന്തിനീ പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്പർ കൊടുക്കണമെന്ന് ചോദിക്കുമ്പോൾ അത് പാവം ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവില്ല, പെട്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മൾ കൊടുത്ത് പോയിട്ടുണ്ടാവോ എന്ന് പറയുവാണ്. എന്നിട്ട് എന്ന് പറയുമ്പോൾ അവൻ രാത്രി വിളിച്ചിരുന്നു എന്ന്. ആഹാ അതന്നെ ഞാൻ പറഞ്ഞത്, പരിചയമില്ലാത്ത ആൾക്കാർക്ക് നമ്പർ കൊടുക്കരുത്, ഇവരൊക്കെ എത്രക്കാരാണെന്ന് നമുക്കറിയില്ലല്ലോ കല്യാണം. അത് എനിക്കും തോന്നി, മേഘനയ്ക്ക് ചെറിയ സംശയമൊക്കെ തോന്നി. ദേ ഇന്ന് മേഘന അപ്പുറത്ത് അയാളെ കണ്ടു എന്ന് പറഞ്ഞു, എന്നെ വിളിച്ചിരുന്നു. ഞാൻ നോക്കിയപ്പോൾ അവനത് മനോഹർ. അവനോ? അതെ അതെ, എനിക്ക് തോന്നി അവനായിരിക്കുമെന്ന്. കാരണം സരയുവിൻ്റെ അടുത്ത് രക്ഷപ്പെടാനുള്ള സമയമായല്ലോ, പുതിയൊരു ചൂണ്ട കൊളുത്തണമല്ലോ, അതായിരിക്കും എന്ന് പറയാണ്. അവനിങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ല, പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിക്കണം, ഇവനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ കല്യാണി. അതേ കിരണേട്ടാന്ന് പറയുവാണ്. എങ്കിലൊരു കാര്യം ചെയ്യാം, ഞാൻ അവനിപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ മനോഹറിൻ്റെ ഫോണിലേക്ക് വിളിക്കാണ്ട്. ആ സമയത്ത് മനോഹർ ഇയാളെന്തിനാ ഇപ്പം എന്നെ വിളിക്കണത് എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ സർ, എടാ എനിക്ക് നിന്നെ ഒന്ന് കാണുമായിരുന്നല്ലോ. അയ്യോ സർ ഞാൻ വീട്ടിലാണ് എന്ന് പറയുമ്പോൾ, എന്താടാ ഞാനും വീട്ടിൽ തന്നെയാണ്, നിനക്കെന്താ ഇവിടെ വരാൻ പറ്റില്ല? അയ്യോ സർ അവിടെ വന്നത് സരയും അവളുടെ അമ്മയും അച്ഛനൊക്കെ കണ്ട പ്രശ്നമാവും. എടാ ഞാൻ അങ്ങോട്ട് വന്നാൽ അതിനേക്കാളും പ്രശ്നമാവും, മര്യാദയ്ക്ക് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? 5 മിനിറ്റിനുള്ളിൽ നീ ഇവിടെ എത്തിയിരിക്കണം എന്ന് പറയാണ്. അയ്യോ സർ എന്താടാ, ലോകം മുഴുവൻ പെണ്ണുങ്ങളെയും കെട്ടി കള്ളവും പറഞ്ഞ് കള്ളം പറയണം, നിനക്ക് ഒരു 5 മിനിറ്റിൽ ഇവിടെ വരാനാണ് എൻ്റെ താമസം, മര്യാദക്ക് വരാൻ നോക്ക്. ശരി സർ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ശ്രമിച്ചാൽ പോരാ, വരണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കിരൺ ഫോൺ കട്ട് ചെയ്യുവാണ്. ആ സമയത്ത് മനോഹരൻ ഇഷ്യൂ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങുവാട്ടോ. പതുക്കെ സരിയോ കാണേണ്ട മുങ്ങാഞ്ചിട്ട് ഇറങ്ങുമ്പോഴേക്കും സരി പുറകിൽ നിന്ന് വിളിക്കണം, മനുവേട്ട ഇത് എവിടേക്ക് പോകുക? മോളും ഞാനൊന്ന് നടക്കാൻ വേണ്ടി പോവാ. അതിന് മനുവേട്ടന് എക്സസൈസ് കഴിഞ്ഞല്ലേ ഉള്ളൂ, അത് കണ്ട് നടത്താൻ പതിവില്ലല്ലോ, ഇന്നെന്തോ ഒരു തൃപ്തി വരുന്നില്ല മോളു, ഞാനൊന്ന് നടന്നിട്ട് വരാം എന്ന് പറയുകയാണ്. ദേ മനുവേട്ട ഈ ചായ ഒന്ന് കുടിച്ച് ഞാൻ ഉണ്ടാക്കിയതാന്ന് പറയാണ്. ഓ മോളും ഉണ്ടാക്കിയതാണോ? അതെ അതെ, കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് എന്ന് പറയാണ്. അതുപോലെ തന്നെ മനുവേട്ട ഞാനും കൂടി നടക്കാൻ വന്നോട്ടെ എന്ന് പറയാണ്. ആ സമയത്ത് ഷാരി പറയണ്ട, അതേ മോളെയും കൂടി കൂട്ട്, ഈ സമയത്ത് നടക്കണൊക്കെ വളരെ നല്ലതാന്ന് പറയുമ്പോൾ, എൻ്റെ അമ്മേ നടക്കാൻ വന്നാൽ ശരിയാവില്ല, കഴിഞ്ഞ ദിവസം ഉണ്ടായത് ഓർമ്മയുണ്ടല്ലോ മോള്, നടക്കാൻ പോയപ്പോൾ കുഴി ഏതാ റോഡ് ഏതാന്ന് മനസ്സിലാകാത്തൊരു മഴ പെയ്തു, മോള് കുഴിയിലേക്ക് വീണു. ആ സമയം തുടങ്ങിയ കരച്ചില, ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, കൊച്ചിനെ കുഴപ്പമില്ലെന്ന് പറഞ്ഞപ്പോഴാണ് മോൾക്കൊരു സമാധാനമായത്. ഇതെപ്പോൾ സംഭവിച്ചു എന്ന് ഷാര് ചോദിക്കുമ്പോൾ, ഞാനാ മോളോട് പറഞ്ഞത് അമ്മയടുത്ത് പറയേണ്ട, അമ്മക്ക് വിഷമമാവുന്നു. അയ്യോ എങ്കിൽ മോളെ കൊണ്ടുപോകണ്ട, മോൻ പതുക്കെ നടന്നിട്ട് വന്നാൽ മതി. ശരി മനുവേട്ട ചായ കുടിക്കുക എന്ന് പറയുവാണ്. അങ്ങനെ ചായ കുടിക്കട്ടെ. ആഹാ സൂപ്പർ ചായ, ഇത് മസാല ടീ ആണല്ലേ, ഗ്രാമ്പൂവും അതുപോലെ തന്നെ ഏലക്കയൊക്കെ ഇട്ട്. അതെ അതെ നല്ല രുചിയുണ്ട്. അയ്യോ മോനെ അതിന് ദിവസവും മസാല ടീ ആണല്ലോ തരുന്നത് എന്ന് ഷാരി പറയുമ്പോൾ, അമ്മ തരുന്ന ടീ പോലെയല്ല, ഇതിന് കുറച്ചുകൂടി മസാല കൂടുതലിട്ടിട്ട് ഒരു അടിപൊളി ടേസ്റ്റാണ് എന്ന് പറയുവാണ്. മോളെ ഇതുപോലത്തെ ടീ ഇനിയും ഉണ്ടാക്കണം കേട്ടോ, ഞാൻ നടന്നിട്ട് വരുമ്പോൾ ഒന്നും കൂടി കുടിക്കാം എന്ന് പറയുവാണ്. അതിനെന്താ മനോടെ, ഞാൻ ഇനിയും ഉണ്ടാക്കി തരാമെന്ന് പറയാണ്. ആ സമയത്ത് മനോഹർ വിചാരിക്കുകയാണ്, എൻ്റെ പൊന്നോ ഇറച്ചിലിടേണ്ട മസാല ചായലിട്ടുകൊണ്ട് വന്നിരിക്കുക എന്ന് പറയാണ്. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് മനോഹർ അവിടെ നിന്ന് പോകുവാണ്. പതുക്കെ ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിട്ട് പതുക്കെ ഒളിച്ചും പാത്ത് പെട്ടെന്ന് കിരണിൻ്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. കിരണോടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ, വരാന്തയിൽ തന്നെയുണ്ട്. നീ എത്തിയോ, വാ നീ അകത്ത് കയറി, ഇനി അപ്പുറത്തുള്ളവർ കണ്ട് വലിയ പ്രശ്നമാവണ്ട അത് പറയാണ്. അല്ലടാ നിന്റെ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു? ബിസിനസ്സോ? എനിക്കെന്ത് ബിസിനസ് സാർ? അല്ല നിനക്ക് ഒരു ബിസിനസ് ഉണ്ടല്ലോ, ഇന്ന് കൊറിയയിലാണെങ്കിൽ നാളെ ജപ്പാൻ അമേരിക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട് സാർ എന്ന് പറയാണ്. ഇനി നിനക്ക് അവിടെയൊക്കെ പോയാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ രക്ഷപ്പെടും വേറൊരു ലോകത്ത് പോയിട്ട്, മനസ്സിലായില്ലേ, സ്വർഗലോകം എന്ന് പറയുവാണ്. നീ എന്തായാലും അകത്ത് കയറ് എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനോഹർ അകത്തേക്ക് കയറുവാണ്. ആ സമയത്ത് മനോഹർ ചോദിക്കണ്ടേ, എന്താ സർ എന്താ എന്നെ വിളിപ്പിച്ചെന്ന് ചോദിക്കുമ്പോൾ, അതെ എനിക്ക് നിന്നെ എൻ്റെ ഭാര്യയ്ക്കും നിന്നെ പെട്ടെന്നൊന്ന് കാണണമെന്ന് തോന്നി, നീ ഇവിടെ ഇരിക്കുക എപ്പോൾ വരും എന്ന് പറയുവാണ്. അങ്ങനെ നമ്മുടെ മനോഹർ ഇരിക്കുമ്പോഴേക്കും ചായയായിട്ട് മേഘന വരാം കേട്ടോ. മേഘനെ കണ്ട് മനോഹർ ആകെ ഞെട്ടുന്ന ഭാഗത്തോട് കൂടിയിട്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.